അല്ല ലഡു സിംഗ് സാറേ, ഈ വാതിൽ രണ്ടെണ്ണം തുറന്നു വെച്ചാ എന്താണ്? അപ്പൊ നമുക്ക് ചെറുക്ക് കയറാലോ. ഓരോരുത്തർ കയറി വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യ. എല്ലാവരും ഒന്ന് സമാധാനമായിട്ട് പോകൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡയമണ്ടും കാണാൻ സാധിക്കും. വളരെ വിലപിടിപ്പുള്ള ഡയമണ്ട്സ് ആണ്. കളവ് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ടൈറ്റ് സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത്. സാറേ, സാറെന്തിനാ അങ്ങനെ എല്ലാരും തുറച്ചു നോക്കുന്നത്? പൊതുജനങ്ങള് പേടിച്ചു പോകില്ലേ? അത് തന്നെ എനിക്ക് വേണ്ടത് പേടാറാം. പൊതുജനങ്ങള് പേടിക്കണം. ഒരുപക്ഷെ ഇവിടെ വന്നവർ ആരെങ്കിലും കള്ളനാവാൻ സാധ്യത ഉണ്ടാവും. മനസ്സിലായോ? ആ ഡയമണ്ട് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ സാറേ. ഹായ്, ഇതുപോലത്തെ ഭംഗിയുള്ള ഡയമണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ കാണുന്ന ഓരോ ഡയമണ്ടും വിലമതിക്കാൻ പറ്റാത്തതാണ്, അതായത് പ്രൈസ്ലെസ്. അജ്ഞാത പക്ഷി എവിടെ നിന്നോ പറന്നു വരുന്നു, എങ്ങോട്ടോ പറന്നു പോകുന്നു. ആരും കണ്ടുപിടിക്കില്ല. ചെല്ലെന്റെ പൊന്നാര മുത്തേ, ചെല്ല്, ചെന്ന് എടുത്തുകൊണ്ടു വാ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും പുറത്തേക്ക് പോകാം. എക്സിബിഷന്റെ സമയം തീരാറായി. ഇനി നാളെ വരൂ. ബൈ. ഇത് കണ്ടോ ശിവ? ഈ ലേസർ ബീം ഇവിടെ ഉള്ളപ്പോൾ ആർക്കും ഇതിനകത്ത് കയറി മോഷ്ടിക്കാൻ കഴിയില്ല. കണ്ടല്ലോ പേടാറാം, ഇതിനാണ് പറയുന്നത് ടൈറ്റ് സെക്യൂരിറ്റി. ഒരു പരുന്തിന് പോലും ഇതിനകത്ത് കേറാൻ പറ്റില്ല. ലഡു സിംഗ് സാർ, തീർച്ചയായിട്ടും ആരും അകത്തുണ്ട്. വേഗം വരൂ. പേടാറാം, എന്താ നോക്കി നിൽക്കുന്ന? വേഗം വാതിൽ ശരി തുറക്ക്. സാർ, വേഗം. ഇപ്പൊ തന്നെ തുറന്നോളാം. സാറേ, ത്രിമൂർത്തികളിൽ നിന്ന് ഒരു സ്വർണ്ണ ഡയമണ്ട് മോഷണം പോയിട്ടുണ്ട്. എന്ത്? ഐ, ഡയമണ്ട് മോഷണം പോയിട്ടുണ്ടെന്നോ? അതെങ്ങനെ സംഭവിക്കുക? ആരെങ്കിലും ഒന്ന് ചെന്ന് അന്വേഷിക്കുക കള്ളനെ. ആ, ലഡു സിംഗ് സാർ ഒന്ന് സമാധാനിക്കൂ. നമ്മൾ ഇപ്പൊ ഇറങ്ങി പോയതിലുള്ളൂ, അപ്പോഴേക്കും ഇത്രയും വലിയ മോഷണം നടന്നു വെച്ചാ അതിന്റെ അർത്ഥം കള്ളൻ ഇപ്പോഴായിരിക്കും ഇവിടുന്ന് പോയത്. ആ കള്ളൻ ഇത്രയും പെട്ടെന്ന് ദൂരെ പോവാൻ സാധ്യതയില്ല. ഞാൻ പുറത്തു പോയി അന്വേഷിക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നോക്ക്. അജ്ഞാത പക്ഷി എവിടെ നിന്നോ പറന്നു വരുന്നു, എങ്ങോട്ടോ പറന്നു പോകുന്നു, ആർക്കും അറിയില്ല. ഇവിടെ അധികം ട്രാഫിക് ഒന്നുമില്ല.
ശരിക്കും നോക്കാൻ പോയാൽ സാധാരണ ട്രാഫിക് മാത്രമേ ഉള്ളൂ. ഈ ബൈക്ക് മാത്രമാണ് കുറച്ച് സ്പീഡായിട്ട് പോകുന്നത്. ഇതിന്റെ പുറകെ പോയി നോക്കാം. ആ ചെറുക്കൻ സൈക്കിളിൽ പറക്കുന്നല്ലോ, അതിശയം തന്നെ. ചിലപ്പോ ഈ ചെറുക്കൻ എന്നെ പിന്തുടരുന്നതായിരിക്കും. അല്ല, നീ എന്തിനാ എന്റെ പുറകെ വരുന്നത്? ഞാനൊരു കള്ളനെ അന്വേഷിച്ച് വന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്പീഡ് കണ്ടപ്പോ നിങ്ങളോട് ഒരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തത്. എന്തായാലും നിങ്ങൾ നിന്ന സ്ഥിതിക്ക് ഒന്ന് പരിശോധിക്കാമല്ലോ. അല്ല, നീ എന്നെ കള്ളനെന്നാണോ വിചാരിച്ച കുട്ടി? എന്നാ ഞാൻ നിന്നെ ശരിയാക്കി തരാം. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. മര്യാദയ്ക്ക് ആ ഡയമണ്ട് തിരിച്ചു തരൂ അങ്കിൾ, അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് എടുക്കേണ്ടി വരും. അല്ല, എന്റെ അടുത്ത് വന്ന് എടുക്കാൻ മാത്രം നീ വളർന്നോ കൊച്ചേ? ആദ്യം നിനക്കെന്നെ തടയാൻ പറ്റുമോ നോക്ക്. കുറെ നേരമായി നമ്മൾ ഈ റെക്കോർഡിംഗ് കണ്ടോണ്ടിരിക്കുന്നു. ഇവരിൽ ആരും സംശയിക്കുന്നത് പോലെ ഒരു മുഖം കാണാൻ സാധിക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ ക്യാമറ തന്നെ റിപ്പയർ ആണെന്ന്. അല്ലേ ശിവ? ഒരു മിനിറ്റ് ലഡു സിംഗ് സർ, ഈ റെക്കോർഡിംഗ് ഒന്ന് ഞാൻ പോസ് ചെയ്യട്ടെ. എക്സിബിഷന്റെ ക്ലോസിംഗ് ടൈം അടയ്ക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഒരു വലിയ പക്ഷി അകത്തേക്ക് പറന്നു വരുന്നത് കണ്ടോ? പിന്നെ ഇപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ എല്ലാവരും ചേർന്ന് പരിഭ്രാന്തരായി ഹാളിലേക്ക് വന്നപ്പോൾ ഈ പക്ഷി അകത്തു നിന്നും പുറത്തേക്ക് പറന്നു പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇപ്പോഴാ മനസ്സിലായത്, ഈ ബേർഡിനും നടന്ന മോഷണവും തമ്മിൽ തീർച്ചയായിട്ടും എന്തോ ബന്ധമുണ്ട്. എന്റെ പരിധിയിൽ പരുന്ത് മോഷണം ചെയ്യുന്നോ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ പറക്കുന്ന എല്ലാ പക്ഷികളെയും ഞാൻ ഇപ്പൊ തന്നെ പിടിക്കാൻ പോവാണ്. എന്തായാലും ഒരു ഡയമണ്ട് കിട്ടി. ഇനി 2 എണ്ണം ബാക്കിയാ. അത് ഞാൻ കൈക്കലാക്കുമല്ലോ. അങ്ങനെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകും. എനിക്കിതാണ് മനസ്സിലാവാത്തത്. ഒരു പക്ഷിക്ക് തീർച്ചയായിട്ടും ആരുടെയും സഹായം ഇല്ലാതെ അകത്തേക്ക് വന്ന് മോഷണം നടത്താൻ കഴിയില്ല. പിന്നെ പുറത്തേക്ക് പോവാനും അകത്തേക്ക് വരാനും ആ ഒരു വഴിയേ ഉള്ളൂ, അതായത് മെയിൻ ഡോർ. പിന്നെ എങ്ങനെയാ കള്ളനകത്ത് കയറിയത്? കേറിയാലും പിന്നെ അയാളെ കണ്ടില്ലല്ലോ. ശിവ, എനിക്ക് തോന്നുന്നത് അത് ശരിക്കും ജീവനുള്ള പക്ഷി അല്ലെന്നാണ്. യൂടി, നിനക്കൊരു കാര്യം അറിയോ? ഞങ്ങളുടെ നാട്ടില് പണ്ടൊക്കെ പ്രാവ് വഴിയാണ് കത്തുകൾ മാറ്റിക്കൊണ്ടിരുന്നത്. ചിലപ്പോ അതുപോലെ പക്ഷി ഉപയോഗിച്ചിട്ടായിരിക്കും ഡയമണ്ട് മോഷ്ടിച്ചിരിക്കുന്നത്. ഞാനിന്ന് രാവിലെ ഒരുത്തിനുമായിട്ട് വഴക്കിട്ടു. അയാളും ഈ ബേർഡും ഒരുമിച്ച് ചേർന്ന് ഈ ഡയമണ്ട്സ് ഒക്കെ മോഷ്ടിച്ചതാണെങ്കിലോ? യെസ്. താങ്ക് യു ആദി. അറിഞ്ഞോ അറിയാതെയോ നീ എനിക്ക് നല്ല ക്ലൂ തന്നത്. ഈ ബേർഡിനെ ശരിക്കും ആരോ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അയാൾ തന്നെ വന്ന് മോഷ്ടിക്കാതെ ഈ ബേർഡിനെ കൊണ്ട് മോഷ്ടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എക്സിബിഷൻ ഹാളിലുള്ള മറ്റു 2 ഡയമണ്ട്സിനെയാണ്. തീർച്ചയായിട്ടും ആ കള്ളൻ ഈ 2 ഡയമണ്ട്സ് എടുക്കാൻ വേണ്ടി വീണ്ടും വരും. ദേ കണ്ടോ, ആ ബേർഡ് വീണ്ടും പറന്ന് അകത്തേക്ക് പോകുന്നു. പക്ഷി എവിടെ ഉണ്ടെങ്കിൽ അതിന് ട്രെയിൻ ചെയ്ത ആളും അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. ശിവ, ഇതിനകത്ത് ആരുമില്ല. ഞാൻ ഇപ്പൊ തന്നെയാണ് ഡോറ് ലോക്ക് ചെയ്തത്. നിനക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ? ആ ബേർഡ് വീണ്ടും അകത്തേക്ക് പോയിട്ടുണ്ട്. പുറത്ത് തന്നെ നിൽക്കണേ, ചിലപ്പോ അലാറം അടിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, വീണ്ടും മോഷണം നടക്കാൻ പാടില്ല. ഞാൻ ആ കള്ളനെന്ന് വെറുതെ വിടില്ല. ഒരിക്കലും അവനെ വെറുതെ വിടില്ല. കണ്ടില്ലേ, ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയായിരിക്കും.
ഞാൻ എന്തായാലും പോയി അയാളെ പിടിക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ. ഓ, ഇവന്റെ പണി പിന്നെയും തുടങ്ങിയല്ലോ. കളിച്ചു നടക്കുന്ന പ്രായത്തിൽ ഇങ്ങനെയുള്ള പണിയൊക്കെ ഈ ചെറുക്കൻ എന്തിനാ ചെയ്യുന്നേ? ഈ തവണ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. രേവ, പക്ഷിയുടെ പുറകെ ഞാൻ കാടിന്റെ അകത്തേക്ക് പോവാണ്. ശിവ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങളിതാ പുറകെ തന്നെ വരുന്നുണ്ട്. പെടറാം, താൻ വണ്ടി ഓടിക്കുമ്പോ ഒന്ന് നോക്കിക്കോടെ, പുറകെ ആളിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇവൻ കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കൂന്ന സംശയം. ഇവനെ ഒരു പാഠം പഠിപ്പിച്ചേ തീരൂ. സോറി ലഡു സിംഗ് സാറേ, ആ പക്ഷി കൈവിട്ട് പറന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോ ഈ സോറി വെച്ചോണ്ട് എന്ത് ചെയ്യാനാണ്? രണ്ടാമത്തെ ഡയമണ്ടും കളവ് പോയിരിക്കുന്നു. മിക്കവാറും എന്റെ തൊപ്പി തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. ലഡു സിംഗ് സാറെ, പേടിക്കണ്ട. നിങ്ങളുടെ ജോലിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ആ പക്ഷി താഴോട്ട് പറന്നു പോയപ്പോൾ എന്റെ റോബോട്ട് ബീനെ അതിന്റെ പുറകെ തന്നെ ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി അത് എവിടേക്ക് പോയാലും നമുക്ക് കാണാൻ കഴിയും. ഇനി ആ പക്ഷിയെ നമുക്ക് എത്രയും പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു ശിവ. വന്നേ, നമുക്ക് ഒരുമിച്ച് ചെന്ന് എന്നെ പിടിക്കാൻ നോക്കാം. അങ്ങനെ രണ്ടാമത്തെ ഡയമണ്ടും എന്റെ കയ്യിൽ കിട്ടി. മൂന്നാമത്തെ ഡയമണ്ട് കിട്ടിയില്ലെങ്കിലും സാരമില്ല. ഈ 2 ഡയമണ്ടും വിറ്റ് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറും. യാ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി എന്താ ചെയ്യ? ഇവൻ എന്റെ കള്ളത്തരം വെളിച്ചത്താക്കൂന്നാ തോന്നുന്നേ. ഇതെന്താ പക്ഷികള് പറന്നോണ്ട് തന്നെ മുട്ടയിടുന്നത്? ഇതിനെ കാണാൻ ബോംബിനെ പോലെ ഉണ്ടല്ലോ. എനിക്ക് വേണ്ട. എങ്ങനെയുണ്ട് പക്ഷിനെ മുട്ട? ഓ നോ, ഇത് ശരിക്കുള്ള ബേർഡ്സ് അല്ല, റോബോട്ട്സ് ആണ്. റിമോട്ട് കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്. വേഗം ബോംബിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കൂ.
എടാ മോനെ, നിന്റെ വിളവ് ഞാനിപ്പോ തീർത്തു തരാം. ഞാനും എന്റെ ഈ റോബോട്ട് പക്ഷികൾക്ക് മുന്നിൽ നിന്റെ ജീവൻ തകർന്നു പോയിരുന്നല്ലേ. എനിക്കിപ്പോ സന്തോഷമായി. അങ്ങനെ അങ്ങനെ തന്നെ ഓടിക്കോടെ ചേർക്ക. ഇതെന്താ? എന്റെ പക്ഷികൾക്ക് എന്തു പറ്റി? ഒന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ. മര്യാദയ്ക്ക് വാനിന്നിറങ്ങൂ കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്ത് പറ്റി അങ്കിൾ? അജ്ഞാത പക്ഷി എവിടുന്നോ പറന്നു വന്നു. ഇത് ആർക്കും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ പോവാൻ പോകുന്ന സ്ഥലം എനിക്ക് അറിയാലോ. ആ സ്ഥലത്തിന്റെ പേരാണ് ജയിൽ. മതി മതി, ഒന്ന് നിർത്തൂ എന്റെ ചെറുക്ക. നിനക്ക് നാണമില്ലേ? വയസ്സിൽ ഞാൻ നല്ല മൂത്തതല്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ ഇടിക്കുന്നേ? അയ്യ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 േ. ഇവിടെ തന്നെ മുഴുവനും കരഞ്ഞാ പിന്നെ ജയിലിനകത്ത് കരയാൻ സമയം ഉണ്ടാവില്ല. ഇനി ജീവിതകാലം മുഴുവനും ജയിലിനകത്തിരുന്ന് കരയണ്ടേ? വന്നേ വന്നേ, ബി എ ഗുഡ് ബോയ്. അതുകൊണ്ട് കരച്ചിൽ നിർത്തിയിട്ട് വേഗം ഒന്ന് വരൂ. താങ്ക് യു രേവ. ശിവ, താങ്ക് യു വെരി മച്ച്, വെരി മച്ച്. മച്ച് 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 മച്ച്.